നമുക്കിനി കൊല്ലത്തേക്ക് പോവാം. രാജ്കുമാർ, ഗുഡ് മോർണിംഗ്. രാജ്കുമാർ, എവിടെയാണ് കൊല്ലത്തെ എവിടെയാണ് വോട്ടെണ്ണൽ നടക്കുന്ന കേന്ദ്രം? അത് എവിടെയാണ് അസലം? രാജ്കുമാർ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? അവിടുത്തെ ക്രമീകരണങ്ങൾ എന്തെല്ലാമാണ്? എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ടോ? തീർച്ചയായിട്ടും കൊല്ലം സെൻറ്റ് അലോഷ്യസ് സ്കൂള്, അതുപോലെ ക്രിസ്തുരാജ് സ്കൂൾ, ഈ രണ്ട് സ്ഥലങ്ങളിലായിട്ട് രണ്ട് സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണ് 11 മണ്ഡലങ്ങൾ എണ്ണുക. ഇതിന് മുൻകാലങ്ങളിൽ ചെയ്തത് ഈ കൊല്ലം ടൗൺ വിട്ട് കൊട്ടാരക്കരയിലും പുല്ലൂരും വരെ കൗണ്ടിങ് നടന്ന ഒരു സമയമുണ്ട്. പക്ഷേ ഇതാദ്യമായി ഇലക്ഷൻ കമ്മീഷൻ ഇതിൻ്റെ ഒരു കോർഡിനേഷനും സെക്യൂരിറ്റിയും മറ്റുള്ള കാര്യങ്ങളെല്ലാം കണക്കിലെടുത്ത് ഒരു ഏകോപനത്തിന് വേണ്ടി കൊല്ലം നഗരത്തിലാണ് ഈ കൊല്ലം ജില്ലയുടെ 11 മണ്ഡലങ്ങൾ എണ്ണുക എന്നൊരു പ്രത്യേകതയുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഇപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് സെൻറ്റ് അലോഷ്യസ് സ്കൂളിലാണ്. ഇവിടെ ഈ സെൻറ്റ് അലോഷ്യസിൽ കരുനാഗപ്പള്ളി, ചവറ, പത്തനാപുരം, പുനലൂർ, ഇരവിപുരം, ചാത്തന്നൂർ എന്നീ മണ്ഡലങ്ങളിലെണ്ണും. ക്രിസ്തുരാജ് സ്കൂളിൽ കുന്നത്തൂർ, കൊട്ടാരക്കര, ചടയമംഗലം, കുണ്ടറ, കൊല്ലം എന്നീ മണ്ഡലങ്ങളാണ് എണ്ണുക. ഇവിടെ ഏതാണ്ട് 700-ലധികം പോലീസുകാരെയാണ് ഇതിൻ്റെ സുരക്ഷാ ചുമതലയുടെ ഭാഗമായി ഇപ്പോൾ ഈ കൗണ്ടിംഗ് സെൻറ്ററുകളിൽ വിന്യസിച്ചിരിക്കുന്നത്. 2200-ലധികം ബൂത്തുകൾ കൊല്ലം ജില്ലയിലുണ്ട്. ആ ബൂത്തുകളുടെ എണ്ണം അത് കൗണ്ടിംഗ് എന്ന് പറയുമ്പോൾ മറ്റൊരു രാഷ്ട്രീയ, അതായത് 2236 ബൂത്തുകൾ ആകെ. അപ്പോൾ ആ ബൂത്തുകളുടെ എണ്ണലാണ് ഈ രണ്ട് സ്കൂളുകളിലായി ക്രമീകരിച്ചിരിക്കുന്ന കേന്ദ്രങ്ങളിൽ എണ്ണാൻ പോകുന്നത്. അതിന് ഈ നേരത്തെ ഷീജ സൂചിപ്പിച്ചതുപോലെ പല ജില്ലകൾ, ഇപ്പോൾ കൊല്ലത്ത് ഈ കരുനാഗപ്പള്ളിയിലും കുണ്ടറയിലും ഒക്കെ 17 റൗണ്ടുകൾ വരും. മറ്റുള്ള സ്ഥലങ്ങളിൽ താരതമ്യേന കുറയും. ഏറ്റവും കുറവ് വരുന്നത് ഒരുപക്ഷെ പുല്ലൂരായിരിക്കും. അങ്ങനെ ഈ റൗണ്ടുകളുടെ എണ്ണം പരിശോധിക്കുമ്പോൾ അതാണ്. അതേസമയം തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും വലിയ ഭൂരിപക്ഷം കിട്ടിയത് പുനലൂർ നിയോജകമണ്ഡലം. 34,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരുന്നു LDFന് കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖല, തോട്ടം മേഖല ഉൾപ്പെടുന്ന ഒരു പ്രദേശം. അതേസമയം ഏറ്റവും കുറവ് ലീഡ് കിട്ടിയത് ചവറയായിരുന്നു. 1000 വോട്ടിൻ്റെ ലീഡിനാണ് LDF സ്ഥാനാർത്ഥി ഡോക്ടർ സുജിത് വിജയൻപിള്ള വിജയിച്ചത്. കടുത്ത മത്സരമാണ് ചവറയിലും ഇക്കുറി നടന്നത്. അപ്പോൾ ഈ കൗണ്ടിംഗ് എന്ന് പറയുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള മണ്ഡലങ്ങളുടെ പേരുകളാണ് ഞാൻ ഈ പറഞ്ഞത്. ചവറ, പത്തനാപുരം, ചാത്തന്നൂർ അവിടെ ഒരു NDA സീറ്റ് പിടിച്ചെടുക്കുമെന്നുള്ളൊരു വാശിയേറെ പോരാട്ടം അവിടെ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ 17,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലായിരുന്നു LDFൻ്റെ അവിടുത്തെ ജയലാൽ രണ്ടാം തവണ അദ്ദേഹം മത്സരിച്ച് 17,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചിരുന്നു. ആദ്യത്തെ തവണ അതിലും വലിയ ഭൂരിപക്ഷമായിരുന്നു. രണ്ടാമത്തെ തവണ കുറച്ച് കുറഞ്ഞു. എന്നാലും 17,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാർജിൻ ഉണ്ടായിരുന്നു LDFന്. ഇക്കുറിയും LDF ആ സീറ്റ് നിലനിർത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. രാജേന്ദ്രനാണ് അവിടുത്തെ സ്ഥാനാർത്ഥി. അദ്ദേഹം ശക്തമായ അവിടെ ഒരു മത്സരത്തിന് കളമൊരുക്കിയ സ്ഥലം. അവിടെ UDF പിക്ചറിലേ ഇല്ലായിരുന്നു. അവരത് വേണ്ട വിധം അവിടെ വേണ്ട ക്രമീകരണങ്ങളൊന്നും ഒരുക്കിയില്ല. വളരെ വൈകിയാണ് സൂരജ് രവിയെ അവിടെ UDF സ്ഥാനാർത്ഥിയായിട്ട് തർക്കങ്ങളിൽ ഏറ്റവും മാറ്റിവെച്ച ശേഷം ഏറ്റവും ഒടുവിൽ പ്രഖ്യാപിച്ച ഒരു സീറ്റ് കൂടിയായിരുന്നു UDFൻ്റെ ചാത്തന്നൂർ നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി സൂരജ് രവിയുടെ പേര്. വളരെ വൈകിയാണ് പ്രചരണം പോലും അദ്ദേഹത്തിന് അവിടെ തുടങ്ങാനായത്. എന്തായാലും ഈ ചാത്തന്നൂർ, പത്തനാപുരം, ചവറ, കുന്നത്തൂർ തുടങ്ങിയ മണ്ഡലങ്ങളുടെ ഈ കൗണ്ടിംഗ് ആയിരിക്കും ഏറ്റവും ശ്രദ്ധേയമായി ജനങ്ങൾ വീക്ഷിക്കുക. ശരി രാജ്കുമാർ.